എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീട്ടിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ വേറെ കൂടെയല്ല, നെസ്റ്റോളിക്കാണ് പോകുന്നത്. എന്തിനാന്ന് വെച്ചാൽ നാളെ ഓണമാണ്. അപ്പോൾ ഓണത്തിന് വേണ്ടി കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു ബോർഡും മനുവായിട്ടൊരു ഷർട്ടും എടുത്തു. ഒമാനികൾ മലയാളികളെ അത്രയും സ്നേഹിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെ കണ്ടത്. അങ്ങനെ ഇന്നലെ ഞാൻ ചേട്ടന്മാരുടെ റൂമിലായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ പോകുന്നത് ഓണാഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടങ്ങി. ഈ വീഡിയോ എടുത്ത് ഓണത്തിൻ്റെ അന്നാണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഓണത്തിൻ്റെ ശേഷമാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങനെ തിരക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് പോകുന്നത്. ഈ റൂട്ട് സൊഹാർ ബർക്ക ആ റോഡാണ്. ഈ കാണുന്നത് ഇവിടെയുള്ളൊരു റൗണ്ട് അബൌട്ടാണ്. അതിൻ്റെ സെൻറ്ററിലുള്ളൊരു കവാടമാണ് കാണുന്നത്. മരങ്ങളും അതുപോലെ പൂന്തോട്ടവും ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം അടിപൊളിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നന്നായി പരിപാലിക്കുന്നുണ്ട്. നാട്ടിലുള്ളപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ പ്രകൃതി രമണീയത വളരെ കുറവാകുന്നതാണ്. പക്ഷേ നമ്മളെക്കാളും നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് ഇവർ. നെൽപ്പാടങ്ങളൊക്കെ കണ്ടു, അടിപൊളിയാണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത ഒരു ഫാം ഹൗസാണ്. അതായത് ഉള്ളേരിയയിലാണ് ഫാം ഹൗസൊക്കെ ഉണ്ടാവുക. കാരണം പുറത്തോട്ട് ആരും ശല്യപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു ഫാം ഹൗസാണ്. അതായത് മറ്റുള്ളവർക്ക് ശല്യമാവാത്ത രീതിയിൽ ഒന്ന് അടിച്ചു പൊളിക്കുക, അത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. ഫാം ഹൗസിലേക്ക് പോകുന്ന വഴിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞതാണ്. പോകുന്ന വഴി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുണ്ടും കുഴിയും ഉള്ളതാണ്. വേറെ ഒന്നുമല്ല, ഈ റോഡ് ടാറിട്ടിട്ടില്ലേ ഒന്നാമത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ടാറിട്ടാലും കുഴിയാണ്. എല്ലാം അങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു ഓണാഘോഷമാണ് തുടർന്നത്. ഇവിടെയാണ് നമ്മൾ ഓണാഘോഷിക്കുന്ന സ്ഥലം. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.